ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആണ്, ഡേ മൈ ലൈഫാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കപ്പ ബിരിയാണിയും ദോശയാണ്. അപ്പോൾ ഇതാ പൂള ഞാൻ 2 ദിവസം മുമ്പ് കട്ട് ചെയ്തിട്ട് പുറത്ത് വെച്ച് എന്തായാലും അതൊരു കറുപ്പ് കുത്തൽ വരും കേട്ടോ. അപ്പോൾ പിന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കാലം നമുക്ക് കേടുകൂടാതെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനത് എടുത്തിട്ട് ഐസൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ തലേന്ന് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ട്, അതൊന്ന് തിളപ്പിച്ചൂറ്റാൻ വെച്ചു. ചായ കാച്ചു കേട്ടോ. അത് എന്തായാലും പൂളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം വന്നിട്ട് മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. മാക്സിമം ഞാനിങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കലാണ് കേട്ടോ, ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് മൾട്ടി ടാസ്ക് ആയിരിക്കും. നമ്മൾ ഒരു പണി ഒരേ സമയം പല പണികളും ചെയ്യാൻ നമുക്ക് ടാലൻറ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണിയിലേക്ക് പോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വേറെ എന്താ പറയുക, പറയേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെ ഇതാ ഞാൻ മുറ്റടിച്ചാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പാടത്ത് കുറച്ചൊക്കെ ഒരു മഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചേന ഉണ്ടായിരുന്നു കേട്ടോ. ചേമ്പത്തില്ല, സോറി ചേനല്ല, ചേമ്പത്ത് കേട്ടോ. ചെറിയ ചേമ്പുണ്ടല്ല, അത് ഞാൻ കളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നേ, അത് പിന്നെ ഞാൻ കളച്ചെടുത്തു. ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെയൊക്കെയല്ലേ ഇവിടെ ഇഷ്ടംമാതിരി ചേമ്പത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ ടൈം ചേമ്പത്തിൻ്റെ കറിയൊക്കെ ആയിരിക്കും. ഒരു ദിവസം പോലും ചേമ്പത്തിൻ്റെ കറി കൂട്ടാത്ത ദിവസം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെയാണ് പിന്നെയും ഇങ്ങനെ ചേമ്പത്തൊന്നും ഇല്ലാതാവുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ ഉണ്ട്, പക്ഷേ പേരിന് മാത്രം എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കപ്പ ബിരിയാണി ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതിരുന്നത്. അതിനിടയിൽ ഇതാ ദോശ ചുടുന്നുണ്ട്. ദോശ ചുടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ചേമ്പത്തൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നത്. ചേമ്പത്ത് നന്നാക്കൽ ശരിക്കും പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ചേമ്പത്തൊന്ന് വെന്ത് വരുന്നവരെ കൈ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ചേമ്പത്തിലേക്ക് കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി മുറിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ബീട്രൂട്ട് തലേന്ന് തന്നെ ഞാൻ എന്താ പറയുക, കേക്ക് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പച്ചമുളകും വെളിയുള്ളി ഇട്ടോ, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കേട്ടോ. അതിന് ശേഷമാണ് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നത് കേട്ടോ. നമ്മളിത് ഓൾറെഡി മിക്സ് ആക്കിയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കപ്പ ബിരിയാണി. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചേമ്പത്തിൻ്റെ കറി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ചേമ്പത്തിൽ ഇത്തിരി വെള്ളം ഏറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് അതൊന്ന് കുറുകി വന്നതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ഇതൊരു 2-3 തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാക്കും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചേമ്പത്ത് കാരണം പെട്ടെന്ന് തന്നെ വേവുന്ന സംഭവമാണല്ലോ. അങ്ങനെ ഇതൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അത് റെഡി ആയതിന് ശേഷം ഇതാ ചെറിയക്കുള്ള ലഞ്ച് ബോക്സും കൂടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചോറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായക്കുടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ദോശ ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ മോൻക്ക് വേണ്ടിയിട്ടാണ്. കപ്പ ബിരിയാണി പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ചെറി ഇവിടെ ഇല്ലായിരുന്നേ, ചെറിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ചെറിക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയാലേ ചെറിക്ക് കഴിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ രാത്രിയല്ലേ വരിക, അപ്പോൾ ഒന്നും രസം ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ റെഡിയാക്കിയത്. അങ്ങനെ അത് കഴിഞ്ഞു. ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അതേപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പ്, കിച്ചൻ്റെ ഏരിയ മൊത്തത്തിൽ ഒന്ന് അടുപ്പിൻ്റെ ആ ഒരു മീതനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ ബാക്കി അടിച്ചാരലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചൂലുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈർക്കിളിൻ്റെ ചൂലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന രീതിയും കൂടി ഞാൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ആ ഒരു രീതി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. പക്ഷെ അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
അങ്ങനെ ഇതാ മുറ്റത്ത് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം ആദ്യം തന്നെ സിറ്റൗട്ട് വന്നിട്ട് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിൽ എന്തെങ്കിലും കമൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമോജി ആയിട്ടൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കെ. അങ്ങനെ ഇതാ ഞാൻ അകും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുത്തു. പിന്നെ ഇന്നലെ തുടച്ചതുകൊണ്ട് തന്നെ ഇന്ന് തുടക്കാനില്ല കേട്ടോ. അപ്പം ഞാൻ സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഡെയിലി സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ചിടും കേട്ടോ. പിന്നെ ഇതാ തലേന്ന് അലക്കിയിട്ടുള്ള ഡ്രസ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നേ. അത് പിന്നെ വെയിൽ അത്യാവശ്യം വന്നപ്പോൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അതും കൂടി ഒന്ന് ചിക്കിയിടുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ജീൻസ് പാൻറ്റ് ഇതൊക്കെ ആ ഒരു അരയും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വേഗം മുറ്റത്തേക്ക് ചിക്കുന്നുണ്ട്. പിന്നെ ഈ അലക്കലും കാര്യങ്ങളൊക്കെ തലേന്നായിരുന്നു കേട്ടോ. ഞാൻ തലേന്ന് വെച്ചാൽ വൈകുന്നേരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടാൻ കുറച്ചൊരു പ്രയാസമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്ന് എടുത്തിട്ട് ഒന്ന് അയലത്ത് ഇടുന്നുണ്ട്. കുറേ ദിവസമായിട്ടോ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് വിരുന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് വിരുന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ മുറ്റത്തുള്ളത് മൊത്തത്തിലൊന്ന് വെയിലത്തിട്ടതിന് ശേഷമാണ് ഞാൻ ചൂല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈർക്കിളി ചൂലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. ഇവിടെയൊക്കെ മുറ്റടിച്ചാരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈർക്കിളി ചൂലാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ പട്ടച്ചൂല് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അത് തന്നെ നമ്മൾ അകടിച്ചാരി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് അടിച്ചാരാൻ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം പട്ടച്ചൂല് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ മോളെ ഡെലിവറിക്കൊക്കെ പോയ സമയത്ത് പിന്നെ പട്ടച്ചൂലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നേ. അങ്ങനെ ഇതാ ഈർക്കിളി ചൂല് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഈർക്കിളി ഇരിക്കെ. അങ്ങനെ ഇതാ ഇത് ഞാൻ ഉണ്ടാക്കിയ ചൂലാണ്. നമ്മളെ 10 രൂപൻ്റെ വെള്ളത്തിൻ്റെ ആ ബോട്ടിലുണ്ടല്ലോ, ടിലോൻ്റെ ആണ് തോന്നുന്നത് കേട്ടോ. ആ ഒരു ബോട്ടിൽ എന്താ പറയുക, അതിൻ്റെ ആ ഒരു മൂടുണ്ടല്ലോ ലാസ്റ്റ് ഭാഗം, അവിടെ നമ്മൾ 4 കഷ്ണം എന്താ പറയുക ചെറിയ റൗണ്ടിൽ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈർക്കിളി നല്ലപോലെ ഒന്ന് കുത്തി നിറച്ചിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് മുറ്റടിച്ചാരി കേട്ടോ. ഏത് മഴയത്താണെങ്കിലും അടിച്ചാരി എടുക്കാൻ നല്ല സുഖമാണ്. ഇലയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചൂലാണ് കേട്ടോ ഇത് ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ അറിയാൻ മതി. പിന്നെ അതാ കുറേ കാന്താരി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് എന്തായാലും വീട്ടിൽ പോകുമല്ലോ, അപ്പോൾ കുറച്ച് ഉമ്മാക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരമായപ്പോൾ മോന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അവനക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ലഗേജ് ഒന്നും തോന്നില്ല കേട്ടോ. ഇവിടുന്ന് തിരിച്ച് വരുന്ന അന്ന് മദ്രസിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഇഷുവിൻ്റെ മദ്രസത്തെ ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പോകുന്നത് എല്ലാ പ്രാവശ്യവും ബസ്സിനാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഓട്ടോ വിളിച്ചിട്ട്, കാരണം എന്തായാലും നേരത്താണല്ലോ ഇപ്പോൾ മഗ്‌രിബാങ്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും വീട്ടിലെത്തുമ്പോൾക്ക് 7 മണിയൊക്കെ ആവാൻ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയാൽ നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മളെ വീട്ടിലെത്താൻ. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ പാൽച്ചായ ആയിരുന്നു കേട്ടോ. പാൽച്ചായയും പഴംപൊരി ഉണ്ടായിരുന്നേ. അപ്പോൾ പഴംപൊരി കണ്ടപാടെ തന്നെ ഒരു കഷ്ണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാവിലത്തെ പുട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അത് പഴവും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ചായ കൂടി അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, ചിക്കൻ കറി റെഡി ആവുന്നുണ്ട്, ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, പപ്പടം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന സ്പെഷ്യലാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്ന് ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും നെയ്ച്ചോറും മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉമ്മ നെയ്നു കുഴിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ വന്നാൽ പതിവാണ് കേട്ടോ. രാത്രിത്തെ ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.